ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 29 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 30-ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃത്യൈവ ച കർമാണി ക്രിയാമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. യഹ യാതൊരുവനാണോ സർവശ കർമാണി എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും പ്രകൃത്യാ ഏവ പ്രകൃതിയാൽ തന്നെ ക്രിയമാണാനി ചെയ്യപ്പെടുന്നതായും തഥാ അതുപോലെ ആത്മാനം ആത്മാവിനെ അകർത്താരം ച അകർത്താവായും പശ്യതി കാണുന്നത് സഹ അവൻ പശ്യതി യാഥാർത്ഥ്യം ദർശിക്കുന്നു. ആരാണോ എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും പ്രകൃതിയാൽ തന്നെ ചെയ്യപ്പെടുന്നതായും അതുപോലെ ആത്മാവിനെ അകർത്താവായും, അതായത് അത്തരം കർമ്മങ്ങൾ ചെയ്യാത്തവനായും കാണുന്നത് അവൻ യഥാർത്ഥം അറിയുന്നവനാണ്, യാഥാർത്ഥ്യം ദർശിക്കുന്നവനാകുന്നു. ഒരുവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് ചെയ്യുന്നതെന്നും, പ്രകൃതിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് ചെയ്യുന്നതെന്നും അതിൽ വസിക്കുന്ന ആത്മാവ് ഇതൊന്നും തന്നെ ചെയ്യുന്നില്ലെന്നും അത് വെറും സാക്ഷി മാത്രമാണെന്നും അറിയുന്നവനാണ് യഥാർത്ഥ സത്യത്തെ അറിയുന്നവൻ. എല്ലാറ്റിൻ്റെയും കർത്തൃത്വവും ഭോക്തൃത്വവും ത്രിഗുണാത്മകമായ പ്രകൃതിക്ക് മാത്രമാണ്. അതായത് പ്രകൃതി നിർമ്മിതമായ ശരീരത്തിന് മാത്രമാണ്. ആത്മാവിന് ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളില്ലെന്ന് മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തത്വത്തെ കണ്ടറിഞ്ഞവൻ തന്നെയാണ് കാണേണ്ടതു കണ്ടവൻ, അഥവാ അറിയേണ്ടതറിഞ്ഞവൻ. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ഓരോ ജന്മങ്ങളിലുമുള്ള കർമ്മഫലങ്ങളെയും വാസനകളെയും മുൻനിർത്തിയാണ് ഈ ശരീരം ലഭിക്കുന്നത്. വാസനകൾ എന്ന് പറഞ്ഞാൽ ആ ജന്മത്തിൽ ആ ജീവാത്മാവിന് ഏതെല്ലാം വിഷയങ്ങളിലാണോ താല്പര്യമുണ്ടായിരുന്നത് ആ താല്പര്യങ്ങൾ ഓരോ ജന്മങ്ങളിലും ഈ ആത്മാവിൻ്റെ കൂടെ ജീവാത്മാവിനോടൊപ്പം കൂടും. അതിനാണ് വാസനകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മഫലങ്ങളും വാസനകളും മുൻനിർത്തിയാണ് അടുത്ത ശരീരം ലഭിക്കുന്നത്. അവ നിറവേറ്റാൻ വേണ്ടിയാണ് ആ ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. അതിനനുസൃതമായി ശരീരം പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ഈ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജമാണ് ആത്മാവ്. അതൊരു സാക്ഷി ഭാവം മാത്രമാണ്. ആത്മാവ് ഈ കർമ്മങ്ങളൊന്നും ചെയ്യുന്നുമില്ല. കർമ്മങ്ങളുടെ ഫലങ്ങൾ ആ ആത്മാവിനെ ബാധിക്കുകയുമില്ല. പ്രവൃത്തിയെടുക്കുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും ശരീരമാണ്. ഈ സത്യമറിയുന്നവൻ ശരീരമാകുന്ന യന്ത്രത്തെ വേണ്ട വിധത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഭാഗമായ ഈ ശരീരമാണ് കർമ്മങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ ഭോക്താവായിരിക്കുന്നതും. എന്നാൽ ഈ ഓരോ ജന്മത്തിലും ചെയ്യുന്ന
കർമ്മങ്ങളുടെ സഞ്ചിത ഫലങ്ങൾ, വാസനകൾ, ഇവ ഈ ജീവാത്മാവിനോടൊപ്പം സഞ്ചരിക്കുന്നു. അതിനെയാണ് സൂക്ഷ്മശരീരം എന്ന് പറയുന്നത്. ശരീരം തന്നെ സൂക്ഷ്മ ശരീരവും ഭൗതിക ശരീരവും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഭൗതിക ശരീരം പരിണാമവിധേയമായാലും സൂക്ഷ്മ ശരീരം ആത്മാവിനോടൊപ്പം ഉണ്ടാകും. എന്നാൽ ആത്മാവിനെ ഇതൊന്നും ബാധിക്കില്ല. ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ കർമ്മഫലങ്ങളും വാസനകളും വസിക്കുന്നത്. അപ്പോൾ ഈ തത്വം അറിയുന്നവൻ ആണ് യഥാർത്ഥ സത്യം അറിഞ്ഞവൻ. പ്രവൃത്തി എടുക്കുന്നതും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും ശരീരമാണ്. ഈ സത്യം അറിയുന്നവരാണ് ശരീരമാകുന്ന യന്ത്രത്തെ വേണ്ട വിധത്തിൽ മാത്രം പ്രവർത്തിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്. അതാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.